ഹൈബി ഈഡൻ എംപിയുടെ വീട്ടിൽ സ്വന്തം സഹപാഠി കയറി അക്രമം അഴിച്ചുവിട്ടു. ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കാര്യമാണ് ബഹുക്കേമം. കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായവരെ കൊണ്ട് നാട്ടുകാർക്കോ ഒരു ഗുണവും ഇല്ല, എന്നാൽ സുഹൃത്തുക്കൾക്കോ അവർക്കുമില്ല. ആകെ ഗുണം വീട്ടുകാർക്ക് മാത്രമാണ്. വീട്ടുകാരെ സേവിക്കുക എന്നത് മാത്രമാണ് ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ ഇവരുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എം പിയോട് പ്രീ ഡിഗ്രിക്കൊപ്പം പഠിച്ച സഹപാഠി തന്റെ ബാങ്ക് വായ്പയായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഒരു ജനപ്രതിനിധിയാണ്, കൂടെ പഠിച്ച വ്യക്തിയാണ്, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണ്ടേ? പക്ഷേ കൈ മലർത്തിക്കാട്ടി. സ്വാഭാവികമായിട്ടും സുഹൃത്തായിട്ടുള്ള വ്യക്തിക്ക് താങ്ങാൻ പറ്റാവുന്നതിലധികമാണ്. എന്ത് ചെയ്തു? ദൃശ്യം നിങ്ങളോട് സംസാരിക്കും. ഇന്നലെ പുലർച്ചെ 2:45 ഹൈബി ഈഡൻ എംപിയുടെ വീട്ടിൽ 30ഓളം സെറാമിക് ചെടിച്ചട്ടികൾ ഇയാൾ അടിച്ചു തകർത്തത്. ഇതോടൊപ്പം തന്നെ ഇയാൾ ഹൈബി ഈഡൻ എംപിയുടെ വീടിന് മുമ്പിലുള്ള CCTVയിൽ തിരിഞ്ഞു നിന്ന് സെൽഫി ചിത്രം എടുക്കുകയും ചെയ്തിരുന്നു. ഈ ചിത്രങ്ങളും ഈ അടിച്ചു തകർക്കുന്നതും എല്ലാം ഹൈബി ഈഡൻ എംപിയുടെയും ഭാര്യയുടെയും വാട്സപ്പിലേക്ക് അയച്ചു നൽകുകയും ചെയ്തിരുന്നു. ഈ അലക്സും ഹൈബി ഈഡനും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ്. ഇവർ വളരെ പരിചയമുള്ളവരായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അലക്സ് ഹൈബി ഈഡനെയും ഭാര്യയെയും വിളിച്ചിരുന്നു. തന്റെ ചില സാമ്പത്തിക ബാധ്യതകളും ബാങ്കുമായി ബന്ധപ്പെട്ട് തീർക്കണമെന്നത് അടക്കമുള്ള വിഷയങ്ങളിലാണ് സംസാരം നടന്നത്. എന്നാൽ MP എന്ന നിലയിലോ മറ്റോ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല എന്ന് ഹൈബി അറിയിച്ചു. ഇത് സംബന്ധിച്ച് ചെറിയൊരു വാക്തർക്കം ഉണ്ടായതായിട്ടും സൂചനയുണ്ട്. കണ്ടല്ലോ, ഒരു മനുഷ്യന് ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് വേണ്ടത് ചെയ്യാം, പരിഗണിക്കാം. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എല്ലാവരെയും കൊണ്ടുള്ള ഗുണമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോ എന്ത് ചെയ്യാം? നിർദാക്ഷിണ്യം കൈമലർത്തിക്കാട്ടാം. സ്വാഭാവികമായിട്ടും ചിലർക്ക് പ്രകോപനമുണ്ടാകും. ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ചെയ്യുമെന്ന്. ഏറ്റവും ഒടുവിൽ കഴുത്തറ്റ മുങ്ങിയ സന്ദർഭത്തിൽ സഹപാഠിയായിട്ട് പോലും ഒരു ജനപ്രതിനിധിയായിരിക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന സാഹചര്യം ഉണ്ടായിട്ടും ഹൈബി കൈമലർത്തിക്കാട്ടി. അപ്പോ സഹിക്കാൻ പറ്റിയില്ല. രാത്രി വന്ന് താനാണ് ഇത് ചെയ്തത് എന്ന നിലയ്ക്ക് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് ഹൈബിക്കും ഹൈബിയുടെ ഭാര്യയ്ക്കും വരെ അയച്ചു കൊടുത്തു. എന്ത് മനസ്സിലാക്കണം? അതായത് വായ്പ എടുത്ത വിഷയത്തിൽ വായ്പ അടച്ചു കൊടുക്കാൻ പറ്റില്ല, സമയം നീട്ടി വാങ്ങിക്കൊടുക്കാം. ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനപ്രതിനിധി? അതല്ലേ പറഞ്ഞത്, നാട്ടുകാർക്കെങ്കിലും ഗുണം വേണ്ടേ? നാട്ടുകാരുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വയനാട് ദുരന്തത്തിലുണ്ടായവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന രീതിയിൽ പിരിച്ചെടുത്ത പണത്തിന്റെ അവസ്ഥ നോക്കിയാൽ മതി. അപ്പോ നാട്ടുകാർക്ക് ഗുണമുണ്ടോ ഇല്ല എന്നുള്ളത് അവിടെ ഉണ്ട്. എന്നിട്ട് ഇനിയിപ്പോ സുഹൃത്തുക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ്. കൂടെ പഠിച്ചവർക്കെങ്കിലും ജനപ്രതിനിധി ആയതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഒടുവിൽ നിരാശനായിട്ട് ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തി മാത്രം ആലോചിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് വീട്ടുകാർക്ക് പരാതിയോ പരിഭവം ഉണ്ടോ? അത് ഒരു വീട്ടുകാർക്കും പരാതിയും പരിഭവവും ഇല്ല. അവരെല്ലാം ഹാപ്പിയാണ്. കാര്യം ജനപ്രതിനിധി ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടക്കുന്നുണ്ട്. ഇതാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ. ജയിപ്പിച്ചതിന് ശേഷം വാക്ക് കേട്ട് വിശ്വസിച്ച പലർക്കും വന്ന അവസ്ഥ. ജൻസികൾക്ക് ഹൈബിയുടെ സ്വന്തം നേതാവും ഹൈബിയുടെ നാട്ടുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി കൊടുത്ത വാക്കിന്റെ അവസ്ഥ എന്തായിരുന്നു? ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ എന്തായിരുന്നു? KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ചുള്ള വാഗ്ദാനം എന്തായിരുന്നു? എല്ലാത്തിലും യൂടേൺ. ആ യൂടേൺ അടിച്ചതാണ് ഹൈബിയോട് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് കട്ട കലിപ്പുണ്ടായത്. അതിന്റെ വാശി ഇങ്ങനെ തീർത്തു. ആ തീർത്തതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു. ഹൈബി എടുത്ത് കൂട്ടുകാരനോടുള്ള സ്നേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത് കൂടുതൽ വിശാലമാക്കി. നാട്ടുകാരെ മുഴുവൻ എന്റെ വീട്ടിലെ ചെടിച്ചട്ടി പൊട്ടിച്ചേ എന്ന രീതിയിൽ ആ കൂട്ടുകാരനെ കൂടുതൽ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുക കൂടി ചെയ്തു. നല്ല നൻപന്മാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഹൈബിയെ പോലൊരു നൻപൻ ഉണ്ടാകണം. സുഹൃത്തിനോട് എത്ര വിശാലമായിട്ടാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്ന് നോക്കിയേ.